ഇത് പൗരോഹിത്യത്തിന് ജീവിക്കാൻ വേണ്ടി പൗരോഹിത്യത്താൽ വൈകൃതമാക്കപ്പെട്ട ഒരു മതമുണ്ട്. അത് ഹിന്ദു മതത്തിലുണ്ട്, ഇസ്ലാമിക സമൂഹത്തിലുണ്ട്, അത് ക്രിസ്തു സമൂഹത്തിലുണ്ട്. ഇന്ന് ഭൂരിപക്ഷം അതാണ്. അതായത് ദൈവം അവതരിപ്പിച്ച സാക്ഷാൽ മതം അതിന്റെ ഒറിജിനാലിറ്റിയിൽ ഇന്ന് ലോകത്ത് പ്രമാണങ്ങളിലുണ്ട്, മനുഷ്യ ജീവിതത്തിലില്ല. എങ്ങനെ? ദൈവിക ഗ്രന്ഥം ഇന്നിവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഋഗ്വേദ, സാമവേദ, അഥർവവേദ, യജുർവേദം, ചതുർവേദങ്ങൾ. സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വത്ത് പറയണേ, ചതുർവേദങ്ങളിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്, സ്ഖലിത ബിന്ദുക്കൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അക്കോർഡിംഗ് ടു സ്വാമി വിവേകാനന്ദ സാഹിത്യ സർവസ്വം. ആ സർവസ്വത്തിലെ 515 പേജിലാണെന്നാണ് എന്റെ മെമ്മറിയിൽ. ചെറു പേജ് നമ്മുടെ തെറ്റാം. വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൽ സ്വാമി ഡോക്ടർ രാധാകൃഷ്ണൻ, ഞാൻ ഓഫീസിൽ ഇരുന്നപ്പോൾ ആദ്യമായി എന്റെ കണ്ണുകൾ ഉടക്കിയത് ഡോക്ടർ രാധാകൃഷ്ണനേക്കാൾ. ഇന്ത്യൻ ഫിലോസഫിയുടെ കർത്താവായ ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ഫിലോസഫിയുടെ 1ാം വാള്യം, ആ വാള്യത്തിൽ പറയണം, പാകനും ഈശ്വനും, ജൈനനും ബുദ്ധനും, ഹിന്ദു ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാവും. ഒറ്റ കാര്യം ഒപ്പണ്ടാ മതി. എന്താണത്? ഏകം സത്വഹുദാഭിപ്രാവതന്തി യോ ദേവാൻ നാം നാമ ഏകേവ. ഈ ലോകത്തിനൊരൊറ്റ ദൈവമേ ഉള്ളൂ നമ്മൾ അംഗീകരിച്ചാൽ മതി. എന്നിട്ട് ആ ദൈവത്തിന്റെ അടിമകളായ ഒരു ജീവിച്ചാൽ എല്ലാ പ്രശ്നവും തീർന്നു. എന്നിട്ട് അദ്ദേഹം പറയണേ, രാധാകൃഷ്ണൻ പറയണേ, വേദഗ്രന്ഥങ്ങളിൽ പൂർണ്ണമായി ദൈവികം എന്ന് പറയാൻ എന്റെ പഠനങ്ങൾ എന്നെ അനുവദിക്കുന്നില്ല. മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് നിങ്ങൾ അത് പരിശോധിക്കാൻ. രാജാറാം മോഹൻ റോയ്, നിങ്ങൾക്കറിയാലോ, ഒരു മുസ്ലിം പേരല്ല ഞാനാ പറഞ്ഞത്. രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയാതെ ലണ്ടനിൽ പോയി മരിച്ച ആളാണ്. നവോത്ഥാന നായകന്മാരിൽ ഹൈന്ദവ പരിഷ്കർത്താക്കളെ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ എണ്ണുന്ന പോലെ രാജാറാം മോഹൻ റോയ് ഫേമസ് ആയിരുന്നു. ഏകദൈവ ആരാധനയെ പ്രൊമോട്ട് ചെയ്ത ആളായിരുന്നു. ആരെ? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുടെ സഹോദരൻ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ സഹോദര ഭാര്യയോട് അഗ്നിയിൽ ചാടാൻ പറഞ്ഞു. അതായത് ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കുന്ന സതി സമ്പ്രദായം. നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കി? ഇവിടെ സഹോദരിമാരുണ്ട്. സ്ത്രീകൾക്കൊരു വിലയും കൽപ്പിക്കാത്ത മതങ്ങളാണ് ലോകത്തുള്ളത്, ഹിന്ദു മതവും ഇസ്ലാമും എന്നൊക്കെ പൊതുവെ ആളുകൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? മതത്തിനായിരുന്നില്ല കുഴപ്പം. മതത്തെ വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ചെയ്ത പുരോഹിതന്മാരും അക്കാലഘട്ടത്തിലെ പ്രമാണിമാരും തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അത് ഇന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നഷ്ടപ്പെട്ടു പോയതായത് ഭർത്താവ് മരിച്ചാൽ യഥാർത്ഥത്തിൽ ഭാര്യ മരിക്കണമോ ജീവിച്ചിരിക്കണോ? നിങ്ങൾ പറ. ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ പ്രിയപ്പെട്ട മാധവേട്ടന്റെ മകൾ സുമതി, അവൾ പഠിച്ചു വളർന്നു, 18 വയസ്സായി. സുന്ദരിയും സുമുഖിയും സുശീലയും ആ നാട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പെൺകുട്ടി. അവളെ കല്യാണം കഴിച്ചു കൊടുത്തു മാധവേട്ടൻ. കല്യാണം കഴിച്ച അന്ന് തന്നെ ഭർത്താവ് ആക്സിഡന്റിൽ മരിച്ചു. നമ്മൾ ആലോചിച്ചേ, 18 കൊല്ലം ആട്ടുംപോട്ട് മകളെ വളർത്തി, അല്ലെ? പിതാ രക്ഷിതി കൗമാരേ ഭർത്താ രക്ഷിതി യൗവനേ പുത്ര രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തി സ്ഥൗരേ പുത്ര സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. മനുസ്മൃതി 8ാം അധ്യായം മനുസ്മൃതിയിൽ പറയും. എന്താ പറയുന്നത്? പിതാ രക്ഷിതി കൗമാരേ, പിതാവിന്റെ സംരക്ഷണത്തിൽ അതിൽ പെണ്ണ് ഏത് കാലവും അവളെ ഭർത്തൃ ഗ്രഹത്തിലേക്ക് അയക്കുന്നതിന് മുമ്പ് വരെ കേട്ടോ. അല്ലാതെ അതിന്റെ ഇടയിൽ ഒരു തസ്തിക ഹിന്ദുമതത്തിലില്ല. എന്ത്? കാമുകോ രക്ഷിതി യൗവനേ, അങ്ങനെ പോക്കില്ല. ഏത്? പെണ്ണ് കാമുകന്റെ സംരക്ഷണത്തിൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കുക, അതില്ല. അങ്ങനെ ഹിന്ദു മതത്തിലില്ല, ഇസ്ലാമിനില്ല. ലവ് ജിഹാദൊക്കെ ഉണ്ടല്ലോ, വലിയ വിവാദമായി ഒന്നില്ല കേട്ടോ. അപ്പൊ കൊയിലാട്ടയാണ്, വെറുതെ പറഞ്ഞാൽ തമ്മിൽ തെറ്റിക്കാനും തല്ലിക്കാനും ചെല്ലി ചെയ്ത തന്ത്ര കേട്ടോ, ഇതൊന്നുമില്ല. മാത്രമല്ല, വിവാഹത്തിന് മുമ്പ് ഒരു പെണ്ണിനെ മോഹിക്കുക എന്നുള്ളത് പാപമല്ലേ? അല്ലേ? നിങ്ങൾ ആലോചിച്ച്, എനിക്കൊരു പെണ്ണിനെ പ്രേമിക്കാം, എന്റെ പെണ്ണിനെ ഓരോരുത്തരും പ്രേമിച്ചുകൂടാ. ഇന്നൊരു കഥ ഇത്. എനിക്ക് പ്രേമിക്കാമെങ്കിൽ അത് പരിശുദ്ധമാണെങ്കിൽ എന്റെ പെണ്ണിനെ ഓരോരുത്തരും പ്രേമിച്ചൂടെ? അപ്പൊ ഞാൻ പറയാണ്, എടാ എന്റെ പെണ്ണിനെ എന്ന് ശല്യപ്പെടുത്തുന്ന ഒരുത്തനുണ്ട്, പ്രേമാഭ്യർത്ഥന, അവന്റെ മോന്തക്കുറ്റിക്ക് ഒന്ന് കൊടുക്കണം. എന്തിനേത്? അത് പറയുമ്പോ പോലും അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അവന്റെ കാമുകിയുടെ. അമ്പടാ ഇതെങ്ങനെ? അപ്പൊ ഇവിടെ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യണം. ലവ് ജിഹാദ് ഉണ്ടോ? എന്തിനാ നമ്മൾ തെറ്റിദ്ധാരണ നമ്മളെ അകറ്റിയിട്ടേ ഉള്ളൂ. തെറ്റിദ്ധാരണകൾ നമ്മെ അകറ്റിയിട്ടേ ഉള്ളൂ. നമ്മൾ നന്നാക്കിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് വളരെ പ്രധാനമായി ഈ സതിസമ്പ്രദായം ഉണ്ടാകാൻ കാരണം ഒരു ശ്ലോകത്തെ പുരോഹിതന്മാർ മാറ്റിക്കളഞ്ഞു. ഒരു ചെറിയ വ്യത്യാസം, ഒരു അക്ഷരത്തിന് വ്യത്യാസം വരുത്തി. ഒരു ഉദാഹരണം പറയാം. ഫജ്ർ അതൊരു അറബി പദമാണ്, പ്രഭാതം എന്നാണ് അതിന്റെ അർത്ഥം. ഫജ്ർ, ഫർജ് എന്ന് പറഞ്ഞാൽ മുഖ്യസ്ഥാനമാണ്. ഒറ്റ അക്ഷരത്തിന്റെ വ്യത്യാസം. ഫജ്ർ പ്രഭാതം, ഫർജ് മുഖ്യസ്ഥാനം. ഇതുപോലെ ഹിന്ദുമത വേദഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ നമുക്ക് കാണാം, ഒരു ഭർത്താവ് മരിച്ച ഭാര്യ ചിതയിൽ ചാടേണ്ടതില്ല, ചാടി മരിക്കേണ്ടതില്ല. അത് മതം നിശ്ചയിച്ചതല്ല.
നിശ്ചയിച്ചതല്ല, അത് പുരോഹിതന്മാർ നിശ്ചയിച്ച. പിന്നെ എന്തായിരുന്നു? അഗ്രേ അല്ലയോ ഭവതി, നീ മുന്നോട്ട് പോയിക്കോളൂ. സംസ്കൃതത്തിൽ അഗ്രേ എന്ന് പറഞ്ഞാൽ ഗമിച്ചുകൊള്ളൂ. നീ മുന്നോട്ട് പോയിക്കൊള്ളൂ, ജീവിച്ചുകൊള്ളൂ. നിന്റെ ഭർത്താവ് മരിച്ചാലും മറ്റൊരു പുരുഷന്റെ കൂടെ നിനക്ക് അനുവദിക്കപ്പെട്ട ദാമ്പത്യമാവാം എന്നതായിരുന്നു. അതിനെ പുരോഹിതന്മാരെന്ത് പറയോ? അതായത് ഈ പെണ്ണിനെ ഭർത്താവ് മരിച്ചാൽ സ്വത്തവകാശം ഉണ്ടെന്നായിരുന്നു. പക്ഷെ അവർക്ക് ആ സ്വത്ത് കിട്ടരുത്. അപ്പൊ പുരോഹിതന്മാരും കുടുംബക്കാരും ഒക്കെ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ആചാരമാണ് ഏത്? സതിസമ്പ്രദായം. അവരെങ്ങനെ മാറ്റി? പുരോഹിതൻ ആ ശ്ലോകത്തെ തന്നെ അട്ടിമറിച്ചു കളഞ്ഞു. എന്നിട്ട് അത് എന്താക്കി? അഗ്രേ തദ്ഗച്ഛതി ഭവതി എന്നുള്ളത് മാറ്റിയിട്ട് അഗ്നേ ഉണ്ടോ? ഗ്ര ഗ്ന അഗ്നേ അഗ്നിയിലേക്ക് ഗമിച്ചുകൊള്ളൂ ഭവതി എന്നോ. പെണ്ണെ നീ അഗ്നിയിലേക്ക് ചാടിക്കൊള്ളൂ എന്നാക്കി മാറ്റിയപ്പോ എന്തുണ്ടായി? ജീവിച്ചോളും എന്ന ആശയം മാറി മരിച്ചോളും എന്ന ആശയം വന്നു. വ്യത്യാസം കണ്ടോ? ഗുരുതരമായ വ്യത്യാസം കണ്ടോ? ഇതാണ് മതസമൂഹത്തിൽ ഏത് കാലഘട്ടത്തിലും നടന്നു പോകുന്നത്. ഏത് കാലഘട്ടത്തിൽ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഓച്ചിറയിലെ മുസ്ലിങ്ങൾ ഒരു ഉപ്പാപ്പാൻ ആരാധിക്കുന്നുണ്ട്. അത് ഇസ്ലാമാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഇസ്ലാമല്ലേ അത്? അല്ല, നിങ്ങൾക്കൊക്കെ അറിയാം ഇസ്ലാമിൽ പ്രതിമയില്ല, വിഗ്രഹങ്ങളില്ല, ഫോട്ടോ ഇല്ല, മുഹമ്മദ് നബിയുടെ പിക്ചറില്ല, ഒന്നില്ല, ഒരു രൂപവും ഭാവവും ഇല്ല. ഈ അന്ധഗതാഹത്തെ സൃഷ്ടിച്ച ലോകത്തിന്റെ സിട്ടാവിനെ ആരാധിക്കുക എന്നുള്ളതാണ് ഇസ്ലാം ലോകത്തിന് മുമ്പിൽ വെക്കുന്നത്. ഏതുപോലെ ഇപ്പൊ നിങ്ങൾ നോക്ക്, ഭൂമിയുടെ ഉപരിതലത്തിലെങ്ങാനും നിന്നു ഈ ക്ഷേത്രം നമുക്ക് ഇങ്ങനൊരു മൈതാനം പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇത് ഏതാണ്? ഒരു മുട്ടയുടെ ആകൃതിയിലാണ് നമ്മുടെ ഭൂമി. അതിന്റെ 23 ഡിഗ്രിയിൽ അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിലാണ് ഈ ഭൂമി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ. നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ ആരെങ്കിലും ഒരു അറിയുന്നുണ്ടോ? ഒരു സെക്കൻഡിൽ 280 കിലോമീറ്റർ വേഗതയിലാണ് സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡിൽ 280 കിലോമീറ്റർ വേഗത സങ്കല്പിക്കാൻ പോലും കഴിയില്ല. എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമല്ല. അതൊന്നാമതായി മനസ്സിലാക്കുക. സാക്ഷാൽ മതം ദൈവികമാണ്. അതായത് ഭൂമി ആരുടേതാ? ദൈവത്തിൻ്റെതാണ്. സൂര്യൻ ആരുടേതാ? ദൈവത്തിൻ്റെതാണ്. ചന്ദ്രൻ ആരുടേതാ? ദൈവത്തിൻ്റെതാണ്. ഈ ലോകത്തെ ഏകകോശജീവിയായ ഏകകോശജീവിയായ ഹമീബ മുതൽ ബഹുകോശജീവിയായ നീലത്തിമിംഗലം വരെയുള്ള സകല ജീവവർഗങ്ങളും എന്താണ്? സകല ജീവവർഗങ്ങളും ദൈവത്തിൻ്റെതാണ് അല്ലേ? അപ്പൊ ദൈവത്തിൻ്റെതായ ഒരു മതം. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ ഒരു ഉദാഹരണം, ഫോർ എക്സാമ്പിൾ, ഈ ഒരു മൊബൈൽ നിങ്ങൾക്ക് ഏത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണേ. ഈ ഒരു മൊബൈൽ നോക്കിയോ കമ്പനിയുടെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഈ ഒരു മൊബൈൽ, ഇതിനൊരു പ്രവർത്തന രൂപമുണ്ട്. ഇതിന് പ്രവർത്തിക്കേണ്ട ഒരു രൂപമുണ്ട്. ഇതിന് മെസ്സേജ് ചെയ്യേണ്ട ഒരു രൂപം, എല്ലാ ഇതിലും ഒരു നിയമമുണ്ടാവും. ഇതിനൊരു കാറ്റലോഗ് പറയുന്നതനുസരിച്ച് ഈ കമ്പനി ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഈ മൊബൈൽ യൂസ് ചെയ്താൽ ഇത് ഏറ്റവും ലോങ് ലൈഫിൽ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. ഐ എം റൈറ്റ്? എല്ലാവരും സമ്മതിച്ചല്ലോ. ഇത് ഈ ശബ്ദം സംവിധാനം, ഈ ശബ്ദ സംവിധാനം നിങ്ങൾക്കറിയാം, ഇവിടെ ഗംഗ, ഈ സൗണ്ട് സിസ്റ്റത്തെ ഇതിന്റെ നിയമമനുസരിച്ച് ഇതിനെ സൂപ്പറായിട്ട് ഒരാൾ കണ്ടക്ട് ചെയ്താൽ ഏറ്റവും ലോങ് ലൈഫിൽ ഇതിന് ഉപയോഗിക്കാൻ പറ്റും. നമ്മളെ സൃഷ്ടിച്ച ദൈവം, ഇതാണ് എന്റെ പോയിന്റ്. ഈ പോയിന്റ് ഇത് പർട്ടിക്കുലർ പോയിന്റായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. ഒരു പ്രത്യേകമായ വിഷയം, ടോപ്പിക്. അതെന്താണ്? ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച ദൈവം, അവൻ സംവിധാനിച്ച സംവിധാനങ്ങളിൽ ഒന്നും പൊരുത്തക്കേടില്ല. ഉണ്ടോ? സൂര്യൻ എന്തെങ്കിലും 6:30 ഉദിക്കേണ്ടത് 6:25 നേരത്തെ 5 മിനിറ്റ് നേരത്തെ ഉദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. 5 മിനിറ്റ് വൈകി ഉദിച്ചിട്ടുണ്ടോ? ഇല്ല. ആരാണ് ഇത്ര കണിശമായി ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അത് ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? നമ്മൾ സൂര്യൻ ചന്ദ്രനൊക്കെ പറയാനല്ലാതെ ഈ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയ സാക്ഷാൽ ദൈവത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? സാക്ഷാൽ ദൈവം. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും ഈശ്വരവിശ്വാസിയും നിരീശ്വരവാദിയും കൃമികീടങ്ങളെല്ലാം, ആകാശത്ത് ഒറ്റപ്പെട്ട് പറക്കുന്ന പറവകൾ, ആഴിയിൽ നീന്തി കുടിക്കുന്ന മത്സ്യങ്ങൾ, ആകാശത്തിന്റെ വിഹായത്തിലുള്ള അനവധി ജീവങ്ങൾ, ഭൂമിയുടെ ഉപരിതലത്തിലെ ഉരകവർഗങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച സാക്ഷാൽ പടച്ചവൻ, അതാരാ? ഉടയ തമ്പുരാൻ, സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ. അവനാരാണ്? അവനെ കുറിച്ചുള്ള മൗലികമായ ചിന്തയിൽ നിന്ന് ആരംഭിക്കട്ടെ നമ്മുടെ ഏതേത് വിഷയം. നമ്മൾ അറിയാതെ പോയ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നെന്താ അറിയോ? നമ്മളെ സൃഷ്ടിച്ച സാക്ഷാൽ ദൈവത്തെ മറന്നുപോയിരുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഗൗരവമായി ആലോചിച്ചിട്ടുണ്ടോ? രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകളിൽ മഹാത്മാഗാന്ധി പറഞ്ഞത്, ഇത് റഹീമിന്റെ രാജ്യമായിക്കോട്ടെ,
എനിക്കൊരു വിരോധമില്ല. അല്ലെങ്കിൽ ഇത് രാമരാജ്യമായിക്കൊള്ളട്ടെ. ഞാനിത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ധർമ്മം പുലരുന്ന രാജ്യമാണ്. അതുകൊണ്ടാണ് സ്വതന്ത്ര ഭാരതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ ഭരണം ആരുടെ ഭരണമാണ്? ഉമർ ബിൻ ഖത്താബ് എന്ന മുഹമ്മദ് നബിയുടെ അനുയായിയുടെ ഭരണമാണ്. എന്റെ കാരണം നീതിയിൽ അധിഷ്ഠിതമായിരുന്നു ആ ഭരണം, ഏറ്റവും നീതിയിൽ അധിഷ്ഠിതമായ ഭരണം. ഞാനിവിടെ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മളൊക്കെ എല്ലാ കാര്യത്തിലും നമ്മൾ തെറ്റിപ്പോയത് എവിടെയാണ്? ഇതെന്റെ ദൈവം, ഇത് നിന്റെ ദൈവം, എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, നിന്റെ ദൈവത്തിന്റെ മോശം എന്നത് നമ്മൾ വളരെ കൃത്യമായി ഇന്ന് ലോകത്ത് നിലക്കുന്ന. അതുകൊണ്ടാണ് അയോധ്യയൊക്കെ ഉണ്ടായത്. നേരെ മറിച്ച് ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ജൈനന്റെയും ബൗദ്ധന്റെയും എല്ലാം ദൈവം ഒന്നാണെന്ന് വന്നാൽ നമുക്കിവിടെ പ്രശ്നം. ഒരച്ഛന്റെ ഒരു അമ്മയുടെയും മക്കളാണ് നമ്മളെന്ന് അംഗീകരിച്ചാൽ പിന്നെ നമുക്കിടയിൽ ഇവിടെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, വൈശ്യൻ, ചാതുർവർണ്ണൻ, മായാസുക്തം, ഗുണകർമ്മ വിഭാഗശേ എന്ന് ഗീതയിൽ ഒരു ഭാഗമുണ്ട്. അതിനെപ്പറ്റി പണ്ഡിതന്മാര് പറയുന്നത് അത് ദൈവികമല്ല, അത് പിന്നീടുണ്ടായതാണ്. മനുഷ്യരൊക്കെ ആരാണ്? കറുത്താലും വെളുത്താലും മനുഷ്യരല്ലേ? അല്ലേ? അല്ലേ? എല്ലാവരും മനുഷ്യരല്ലേ? വിശുദ്ധ ഖുർആനിലെ 82-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനം പറയും, ഈ അയ്യ സൂറത്തിൽ എടോ, കറുപ്പിന്റെയും വെളുപ്പിന്റെയും പേരിൽ നീ തമ്മിൽ തല്ലണ്ട. ദൈവമാണ് കറുപ്പും വെളുപ്പും ഒക്കെ നിശ്ചയിച്ച്, സൗന്ദര്യവും ഒക്കെ നിശ്ചയിച്ചത് ഓരോരുത്തർക്കും അത് അവർക്ക് വെച്ചിട്ടുള്ളൊരു പരീക്ഷണമാണ്. ആരും ആരെയും പഴിചാരേണ്ടതില്ല. കറുത്തവന് വെളുത്തവനേക്കാളോ ഇസ്ലാം പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇസ്ലാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ അത് അകറ്റപ്പെടേണ്ടത്. ലോകത്ത് ആരുടെയും തെറ്റിദ്ധാരണകൾ യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്നത് എന്താ? ലാ ഫളിലി അറബിയൻ അല അജമിയ. കറുത്തവന് വെളുത്തവനേക്കാൾ യാതൊരു പ്രത്യേകതയില്ല. എങ്ങനെ? കറുത്തവന് വെളുത്തവനേക്കാളും യാതൊരു പ്രത്യേകതയുമില്ല. ഒരു പ്രത്യേകതയില്ല കറുത്തവനും വെളുത്തവനും തമ്മിൽ. അറബിയും അനറബിയും തമ്മിൽ ഒരു പ്രത്യേകതയില്ല. ഇല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ദൈവത്തിന്റെ അടുത്ത് ഏറ്റവും സ്വീകാര്യനാരാ? ഇന്നാ ക്രമക്കുറ. ദൈവത്തെ ഏറ്റവും സൂക്ഷിച്ച് സത്യസന്ധനായി ഒരാൾക്കൊരു ഉപദ്രവമില്ലാതെ നല്ല മനുഷ്യനായിട്ട് ഒരാൾ ജീവിച്ചാൽ അവൻ കറുപ്പാവട്ടെ വെളുപ്പാകട്ടെ, അവന്റെ ഗോത്രേതാകട്ടെ, കുലമേതാകട്ടെ, കാലമേതാകട്ടെ, അവൻ എവിടെയാവട്ടെ, ഏത് രാജ്യക്കാരനാവട്ടെ, അവനെയാണ് ദൈവം പരിഗണിക്കുക. ആരെ? ഈ മനുഷ്യന്, ഈ നല്ല മനുഷ്യന്. അതാണ് മതം മനുഷ്യരെ പഠിപ്പിക്കുന്ന കാതലായ വശം. ഇസ്ലാം ലോകത്തിന് മുമ്പിൽ പഠിപ്പിച്ച വളരെ പ്രധാനമായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് നിങ്ങളെയൊക്കെ എന്റെ സഹോദരനായി കാണാൻ കഴിയും. എനിക്ക് നിങ്ങളെ എല്ലാം എന്റെ സഹോദരനായി കാണാൻ കഴിയും, എന്റെ സഹോദരിയായി കാണാൻ കഴിയും, എന്റെ അനുജന്മാരായി കാണാൻ കഴിയും. കാരണം വിശുദ്ധ ഖുർആൻ 114 അധ്യായമുള്ളതാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ വളരെ വ്യക്തമായി ഖുർആനിലെ 2-ാം അധ്യായം, ഖുർആനിലെ 2-ാം അധ്യായം 21-ാമത്തെ സൂക്തം അതിൽ പറയുന്നത് യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. ഉണ്ടോ? അല്ലയോ മനുഷ്യരെ, അല്ലയോ ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, ബ്രാഹ്മണരെ, അല്ലയോ മനുഷ്യരെ. എല്ലാവരും അതിൽ പെട്ടു. അല്ലെ? എന്റെ പൊന്നുമക്കളെ എന്ന് മാധവി അമ്മ വിളിക്കുമ്പോ 5 മക്കളും ഒരേ സ്ഥാനം അമ്മക്ക്. അല്ലെ? എന്റെ പൊന്നുമക്കളെ, നേരെ മറിച്ച് എന്റെ പൊന്നുമോൻ മാധവ എന്ന് മാത്രം വിളിക്കുമ്പോ ബാക്കിയുള്ള മക്കളുടെ മനസ്സിൽ അതെന്താ മാധവൻ മാത്രം പൊന്നുമോൻ, ഞങ്ങളാരാ എന്നൊരു ചിന്ത. അവിടെയാണ് ഖുർആൻ മനുഷ്യരെ വിളിക്കുന്നത്. ഖുർആനിലെ 20-ലധികം സ്ഥലത്ത് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അല്ലയോ മനുഷ്യരെ, അല്ലയോ മനുഷ്യരെ. അതിലെല്ലാരും വന്നില്ലേ? 714 കോടി മനുഷ്യരും വന്നില്ലേ? ആ ഒരു വിളി നമ്മളൊക്കെ കാതോർത്തതല്ലേ? അല്ലയോ മനുഷ്യരെ. സർവ്വരാജ്യ ഹിന്ദുക്കളെ നിങ്ങൾ ഒന്നിക്കൂ, സർവ്വരാജ്യ മുസ്ലിങ്ങളെ നിങ്ങൾ ഒന്നിക്കൂ, സർവ്വരാജ്യ ക്രിസ്ത്യാനികളെ നിങ്ങൾ ഒന്നിക്കൂ, സർവ്വരാജ്യ തൊഴിലാളികളെ നിങ്ങൾ ഒന്നിക്കൂ. ആർക്കെതിരെ? ആർക്കെതിരെ? അത് മൗലികമാണ്. എവിടെ? അതല്ല, സർവ്വ മനുഷ്യരെ നിങ്ങൾ ഒന്നാകൂ. ഇത് വർഗീയതയാണോ? ആണോ? ഇത് വിഭാഗീയതയാണോ? ആണോ? ഇത് തമ്മിൽ തല്ലാനുള്ള സിദ്ധാന്തമാണോ? ആണോ? അല്ല. അതുകൊണ്ട് ഖുർആൻ പറയാണ് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, വഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങൾ ആരാധിക്കുക. ആരെയാ നിങ്ങൾ ആരാധിക്കേണ്ടത്? ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേ. എന്റെ സുരേന്ദ്ര, ബാല, സുബ്രഹ്മണ്യ, ഒന്ന് ശ്രദ്ധിച്ചേ. ആരെയാ നിങ്ങൾ ആരാധിക്കേണ്ടത്? നിങ്ങളെ സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വരനെ, മനുഷ്യനെ സൃഷ്ടിച്ച. ഞാൻ എന്റെ ഈ പ്രായ കാലയളവിനിടയിൽ അനവധി അമുസ്ലിങ്ങളുടെ നടുവിലാണ് എന്റെ ജീവിതം. ഈ അടുത്ത കാലം വരെ, ഒരു 3 മാസങ്ങൾ മുമ്പ് വരെ എന്റെ ചുറ്റിൽ അമുസ്ലിങ്ങളുടെ നടുവിൽ ഒറ്റ വീട് എന്റേത്. വർഷങ്ങളായി അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. എന്റെ മുമ്പിൽ ശശികട്ടെ,
എന്റെ തൊട്ടപ്പുറത്ത് BJPയുടെ ബാബേട്ടൻ, അതിന്റെ തൊട്ടപ്പുറത്ത് കോൺഗ്രസ്സുകാരനായ ശിവാനന്ദൻ, അതിനപ്പുറത്ത് ബാക്കിൽ രാജേട്ടൻ. ഇങ്ങനെ അമുസ്ലിം സഹോദരങ്ങളുടെ നടുവിൽ ഇന്ന് വരെ ആ നാട്ടിലെ ഒരു മനുഷ്യനും എന്നെപ്പറ്റി ഒരു മൈനസ് പോയിന്റ് പറയില്ല. ഞാൻ പക്ക ഇസ്ലാമിക പ്രബോധകനാണെങ്കിൽ പോലും പറയില്ല. കാരണം സാക്ഷാൽ ദൈവീക മതം ഉൾക്കൊണ്ടാൽ ഒരാൾക്ക് ഒരാളെയും വെറുക്കാൻ കഴിയില്ല. കഴിയോ? നിങ്ങൾ ആലോചിച്ചേ, ഒരാൾക്കൊരാളെ വെറുക്കാൻ കഴിയോ? ഒരു പ്രാണിയെ പോലും കൊല്ലരുത് എന്ന് പഠിപ്പിക്കുന്ന ദർശനങ്ങൾക്ക് മനുഷ്യരെ കൊല്ലാൻ കഴിയോ? പിന്നെ എങ്ങനെ നമുക്ക് പരസ്പരം കൊല്ലാൻ കഴിഞ്ഞു? വെട്ടിക്കുത്തി കൊല്ലാൻ കഴിഞ്ഞു? ബോംബിടാൻ കഴിഞ്ഞു? എങ്ങനെ നശിപ്പിക്കാൻ കഴിഞ്ഞു? എങ്ങനെ മസാലയങ്ങൾ തകർക്കാൻ കഴിഞ്ഞു? നമ്മളുടെ ജീവിതത്തിലെ നല്ല ചിന്തകൾ നശിച്ച് പകരം അവിടെ പൈശാചികത, മൃഗീയത എന്ന് പറയരുത്. മൃഗങ്ങൾ നമ്മളെക്കാൾ ബെറ്റർ ആണോ എന്ന് ഈയിടെയായിട്ട് തോന്നുന്ന ഒരവസ്ഥയിലാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവി മൃഗീയത എന്ന് പറയരുത്, പൈശാചികതയും മനുഷ്യത്വവും മൃഗീയതയും. മൃഗം ഒരിക്കലും ഉണ്ടോ? ഏതെങ്കിലും ഒരു മൃഗം തമ്മിൽ കുത്തി മരിച്ചിട്ടുണ്ടോ? ഇരയായിട്ട് പിടിക്കും, അത്ര തന്നെ. അതിൽ കവിഞ്ഞ് ഒരു സിംഹത്തിന് വയറിറങ്ങിയാൽ പിന്നെ അതിന്റെ മുമ്പിൽ 10 ലക്ഷം മാന് വന്നാലും പിടിച്ചു വെക്കുന്ന ഏർപ്പാട് സിംഹത്തിനില്ല. കഴിഞ്ഞു ഖലാസ്. നമ്മളോ എത്ര വെട്ടിപ്പിടിച്ചാലും എത്ര കിട്ടിയാലും ആർത്തി തീരാത്ത, അല്ലെ, ആർത്തി ഒരിക്കലും തീരാത്ത ഒരവസ്ഥാവിശേഷം ഇന്ന് മനുഷ്യനുണ്ട്. അവിടെയാണ് മതം ഇടപെട്ടത്. ഇസ്ലാം മനുഷ്യരോട് പറഞ്ഞു, ഈ ലോകത്തിന്റെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നല്ല ഇത്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഇതുപോലെ നമ്മളൊക്കെ ഈ സദസ്സൊക്കെ ദൈവസന്നിധിയിൽ ഹാജരാക്കപ്പെടും. ഇസ്ലാമിന്റെ ഏറ്റവും ശക്തമായ വിശ്വാസങ്ങളിൽ ഒന്നതാണ്. ഇസ്ലാമിന്റെ മാത്രമല്ല, എല്ലാ വേദങ്ങളും അതാ പറഞ്ഞു. നിങ്ങൾ ആ ആവർത്തന പുസ്തകം വായിച്ചോ, മത്തായിയുടെ സുവിശേഷം വായിച്ചോ, വേദഗ്രന്ഥങ്ങൾ വായിച്ചോ, ഓൾഡ് ടെസ്റ്റമെന്റ് ന്യൂ ടെസ്റ്റമെന്റ് വായിച്ചോ, സെന്നവസ് തെൽമൂദ് വായിച്ചോ, വേദഗ്രന്ഥങ്ങളിൽ ഭഗവത്ഗീത വായിച്ചോ, അവിടെ ഒക്കെ സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇല്ലേ? ഉണ്ട്. നിങ്ങൾക്കറിയാലോ, അർജുനൻ മഹാഭാരത യുദ്ധവേളയിൽ അർജുനൻ പറയാണ്, കൃഷ്ണ, മറുഭാഗത്ത് ദ്രോണാചാര്യർ, ഭീഷ്മാചാര്യർ, അശ്വത്ഥമാവ്, കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ, ഇല്ല, ഞാൻ യുദ്ധം ചെയ്യില്ല, ഞാൻ പോരാടില്ല, എനിക്ക് വയ്യ, അവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാ. ആ സമയത്ത് ശ്രീകൃഷ്ണൻ പറയുന്നൊരു വാക്കുണ്ട്, എല്ലാവർക്കും അറിയാം. ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 37-ാമത്തെ സൂക്തം, ശ്ലോകം, അതിങ്ങനെയാ: അദോവ പ്രാപ്സത്തി സ്വർഗം ജിതോവാ മോക്ഷസേ മഹീം തസ്മാ ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അല്ലയോ അർജുന, അല്ലയോ കുന്തിപുത്ര അർജുന, അദോവ പ്രാപ്സത്തി സ്വർഗം, ഈ യുദ്ധത്തിൽ നീ കൊല്ലപ്പെട്ടാൽ പന്നിയായി, നായയായി, ചണ്ടാളനായി, ബ്രാഹ്മണനായി ജനിക്കുന്നല്ല പറഞ്ഞത്, നീ സ്വർഗത്ത് പോകുന്നു. ഇസ്ലാമിലെ ബദർ യുദ്ധം നമ്മൾ കേട്ടിട്ടുണ്ടാവും. പ്രവാചകൻ നടത്തിയ ആദ്യത്തെ യുദ്ധം. ആ യുദ്ധത്തിൽ പ്രവാചകന്റെ അനുയായി ചോദിക്കുകയാണ്, എന്താ ചോദിക്കണമെന്നറിയോ? ആദ്യത്തെ ചോദ്യം, അല്ല, ഞാൻ ഈ ധർമ്മയുദ്ധത്തിൽ കൊല്ലപ്പെട്ട എനിക്ക് എന്ത് കിട്ടും? ദഖലൽ ജന്ന. പ്രവാചകൻ പറയാണ് ദഖലൽ ജന്ന, അത് അറബിയൻ. മറ്റേതോ അതോ പ്രാപ്സത്തി സ്വർഗം, അതേ അർത്ഥം, നീ സ്വർഗത്ത് പോകും. അപ്പൊ സ്വർഗമുണ്ട്, നരകവുമുണ്ട്. മരണത്തിന് ശേഷമാണ് അതുണ്ടാവുക. വേദങ്ങൾ പരിശോധിച്ചോ, വേദങ്ങൾ നിങ്ങൾക്കറിയാലോ, ഈശാവാശോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകം. അതെന്താ? ഈശാവാശോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകം അതിങ്ങനെയാ: അന്തം തമഹ പ്രവിശന്തിയേ സംഭൂത്യമുപാസതേ തതോ ഭൂയൈവദേ യഹു സംഭൂത്യാമൃതഃ. ഈശാവാശോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകം എന്താ പറയുന്നറിയോ? ദൈവേതര ശക്തികളെ നീ ആരാധിച്ചാൽ, ദൈവേതര ശക്തി, അത് ആലോചിക്കണം, വല്ലാത്തൊരു പ്രയോഗമാണ്. ദൈവത്തിന്റെ സൃഷ്ടികൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഭൂമി, എന്നും കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും മനുഷ്യ ദൈവങ്ങളും ആരാധിച്ചാൽ, ഈശോവാശോപനിഷത്ത് പറയാണ്, സാക്ഷാൽ ദൈവത്തെയല്ലാതെ ദൈവത്തിന്റെ സൃഷ്ടികളെ നീ ആരാധിച്ചാൽ നീ ഘോരാന്ധകാരമായ നരകത്തു പോകും. എങ്ങനെ? ദൈവേതരരെ ആരാധിച്ചാൽ. സ്വന്തം അമ്മയെ ഒരാൾ മറന്നുപോവുക, അതിന് തുല്യമാണ് സ്വന്തം ദൈവത്തെ മറക്കൽ. ദൈവത്തെ മറന്നിട്ട് സൃഷ്ടികളെയാണ് നമ്മൾ ഓർക്കൽ. അല്ലേ? യഥാർത്ഥത്തിലല്ലേ? മുസ്ലിം സമുദായത്തെ നിങ്ങൾ പരിശോധിച്ചോ, ഉള്ളാടം, അജ്മീർ, നാഗൂർ, മുത്തുപേട്ട, ഓച്ചിറ, ഭീമാപള്ളി, വിഴിഞ്ഞംപള്ളി, ഇവിടെയൊക്കെ നടക്കുന്നത് സൃഷ്ടികളെ ആരാധിക്കലാണ്. സൃഷ്ടികളെ ആരാധിക്കുക, സൃഷ്ടാവിനെ മറക്കുക. ഇങ്ങനെയാണോ? മഹാനിർവഹണ സ്തോത്രം എന്ന് പറഞ്ഞൊരു സ്തോത്രമുണ്ട്. അത് തുടങ്ങുന്നതിന് എങ്ങനെയാണെന്നറിയോ? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം
ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃപാത്രപ്രഭൃതൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. അതാ നോക്കി ആകാശത്ത് ചന്ദ്രനെ കണ്ടില്ലേ? തേങ്ങ പുണ്ടതുപോലെ ചന്ദ്രനെ കണ്ടില്ലേ? ആ ചന്ദ്രനെ സൃഷ്ടിച്ച ലോകത്തിന്റെ സൃഷ്ടാവ് വേദം പറയാണ്. നോക്കൂ, ത്വമേകം, അവൻ ഏകനാണ്. ദൈവം ആരാണ്? ഏകൻ. അറബിയിലെ അഹദ് എന്നാ പറയാം. അഡോണ എലോഹിം, അഡോണ യഹ് എന്ന് ഹീബ്രു ഭാഷയിൽ. ദൈവം ഏകനാണ്, അവൻ മാത്രമാണ് ആരാധ്യൻ, അവനെയാണ് ആരാധിക്കേണ്ടത് എന്ന് മനുഷ്യരെ വേദം പഠിപ്പിക്കുകയാണ്. അവിടെയാണ് മഹാനിർവാണ സ്തോത്രം പറയുന്നതെന്നറിയോ? എന്റെ പ്രാർത്ഥനകൾ മുഴുവനും ഏകനായ ഈശ്വര നിനക്കാണ്. എന്റെ നേർച്ചകൾ, എന്റെ ബലിദാനങ്ങൾ, അതെല്ലാം സാക്ഷാൽ ദൈവമേ നിനക്കാണ്. എന്നിട്ട് പറയണമെന്നറിയോ? നീ ആരാ? നീ ഒരു പഞ്ചായത്തിന്റെ ദൈവമല്ല, നീ ഒരു ഗ്രാമത്തിന്റെ ദൈവമല്ല, നീ ഒരു സ്റ്റേറ്റിന്റെ ദൈവമല്ല, നീ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ ദൈവമല്ല. നീ ആരാ? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഇങ്ങനെ ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഈ മഹാജഗത്തിന്റെ ദൈവമാണ് നീ. അംഗീകരിച്ചോ? ഇസ്ലാം പറയുന്ന അതാ. ഇസ്ലാം ഒടുവിലത്തെ വേദമാണ് ഖുർആൻ. ലോകവേദങ്ങളെ മുഴുവനും പ്രൊട്ടക്ട് ചെയ്ത മോഡറേറ്റർ, അഥവാ ഋഗ്വേദ, സാമവേദ, അഥർവവേദ, യജുർവേദാദികൾ, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്ത്, ഈശാവാശോപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കഠോപനിഷത്ത്, ശേതരോപനിഷത്ത്, തൈത്തിരിയോപനിഷത്ത്, എല്ലാം ഉപനിഷത്ത്. ഇതിലെല്ലാം നിങ്ങൾ ഊണിയിട്ടിറങ്ങി പരിശോധിച്ചാൽ ഒരു സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥനെ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ആകാശം, ഭൂമി, കാനനങ്ങൾ, കാട്ടാറുകൾ, ആ കാനനങ്ങൾ ഗർജിക്കുന്ന സിംഹങ്ങൾ, അത് കേട്ട് ഓടിയൊളിക്കുന്ന മാൻപേടകൾ, പൂങ്കാവനം ഉൾപ്പെടെയുള്ള ലോകത്തിലെ സമസ്ത സൃഷ്ടി ജീവജാലങ്ങളെയും സംവിധാനിച്ച ഏകനായ സാക്ഷാൽ അല്ലാഹു. അല്ലാഹു എന്ന അറബിപ്പദത്തിന്റെ അർത്ഥം അൽ ഇലാഹ്. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ആരാധ്യൻ. ആരെയാണ് ഞാൻ ആരാധിക്കേണ്ടത്? ഗുരു യേശുക്രിസ്തുവിനോട് ഒരു ചോദ്യം, ഒരു പണ്ഡിതന്റെ ചോദ്യമാണ്. ഗുരു, പ്രഥമവും പ്രധാനവുമായ കൽപ്പന ഏതാണ്? ഗുരു, ഏറ്റവും പ്രധാനമായ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൽപ്പന ഏതാണ്? മാർക്കോസിന്റെ 12-ാം അധ്യായം, ബൈബിളിലെ മാർക്കോസിലെ 12-ാം അധ്യായം 29-ാമത്തെ വചനം. യേശുക്രിസ്തു പറയും, ഇസ്രായേലേ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക എന്ന്. നിങ്ങൾ ആലോചിച്ചേ, എങ്ങനെ അവനെ, അവരെയല്ല, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ട്രിനിറ്റി ബൈബിളിലില്ല. അത് സാവൂളിന്റെതാണ്, സെന്റ് പോളിന്റെതാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ നിക്കിയ കൗൺസിൽ വെച്ചാണ് ട്രിനിറ്റി ക്രിസ്തുമതത്തിന്റെ ആധാരശിലയായത്. മറിച്ച് ക്രിസ്തുമതം പറഞ്ഞ എന്താണ്? നിങ്ങൾ കേട്ടോളൂ. ആവർത്തന പുസ്തകം 4-ാം അധ്യായം. സോളിഡ് എവിഡൻസ് ആണ് ഞാൻ പറയുന്നത്, സിമെന്റഡ് പ്രൂഫ്. വെറും വായാടിത്തല്ല പറയുന്നത്. ഇവിടെയുള്ള യുവാക്കളോട്, പഠിച്ചവരോട്, നിങ്ങളൊക്കെ ഒരുപാട് ഉയർന്ന് ചിന്തിക്കുന്നവരാണ് എന്ന് ഞാൻ എന്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായി. ഈ പ്രദേശം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കുറച്ച് ഉത്ബുദ്ധമായ ഒരു നാടാണ്. നിങ്ങളൊന്ന് ആലോചിച്ചേ, വേദത്തിന്റെ കൃത്യ തെളിവുകളാണ് ഞാൻ പറയുന്നത്. ഉണ്ടായിരുന്നു എന്നല്ല, അങ്ങനെയൊന്നും വേദത്തിലില്ല എന്ന് നിങ്ങൾക്ക് എന്നെ ഖണ്ഡിക്കാൻ പറ്റില്ല. അത്ര ഉറപ്പുള്ള കാര്യം, അത് മാത്രമാണ് ഇവിടെ സംസാരിച്ചത്. എ സോളിഡ് എവിഡൻസ്, സിമെന്റഡ് പ്രൂഫ്. അതാണ് ബ്രിങ് ദ എവിഡൻസ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് എവിഡൻസ് കാണിച്ചു തരാൻ പറ്റും. അത്ര സോളിഡ് എവിഡൻസ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ സൂക്തം. അതെന്താ പറയുന്നറിയോ? ശ്രദ്ധിക്കുക. വല്ലാത്തൊരു വാക്കാണ്. ശ്രദ്ധിക്കുക. ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോ നിങ്ങൾ എന്റെ രൂപം കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? പുരുഷന്റെയോ സ്ത്രീയുടെയോ രൂപമോ ചിത്രമോ വരക്കാനും പാടില്ല, ഉണ്ടാക്കാനും പാടില്ല. ഇന്നും ബൈബിളിലുള്ളതാണ് ഞാൻ പറയുന്നത്. ഉണ്ടാകാൻ പാടില്ല. എത്ര കോടി ധനനഷ്ടം മനുഷ്യർക്ക്, എത്ര തമ്മിൽ കലാപം. ഇതിന്റെ പേരിൽ വേദം പഠിപ്പിക്കാത്ത നമ്മൾ ചെയ്തപ്പോഴാണ് കലാപം ഉണ്ടായത്. വേദം പഠിപ്പിച്ചെടുക്കുന്ന ഒരു പ്രശ്നവും ഒരു ഹിന്ദുവിനും ഇല്ല, ഒരു ക്രിസ്ത്യാനിക്കും ഇല്ല, ഒരാൾക്കും ഇല്ല. ആർക്കും ആരെയും വെറുക്കാൻ കഴിയില്ല. പക്ഷെ വേദം പഠിപ്പിച്ചതല്ല നമ്മുടെ കയ്യിൽ. പുരോഹിതന്മാർ അവരുടെ താല്പര്യത്തിനോട് പഠിപ്പിച്ച നമ്മുടെ കയ്യിൽ. കേട്ടോ, അടുത്ത വാചകം ബൈബിളിലെ അതേ സെന്റൻസിലെ താഴെയുള്ള വാക്ക് എന്താണ്? ആകാശത്തിലെ പർവ്വചാരികളുടെ ഒന്നിന്റെയും രൂപമുണ്ടാക്കരുത്, വരയ്ക്കരുത്. വേദം പറയും, തീർന്നില്ല. ഭൂമിയിലെ ഉരകവർഗങ്ങളുടെ,
ആഴിയിലെ മത്സ്യാദികളുടെ, ആകാശത്തിലെ പർവ്വജാരികളുടെ ഒന്നിന്റെയും രൂപമുണ്ടാക്കി നീ ദൂഷിതനാകരുത്. ബൈബിൾ പറയുന്നത് ഈ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ തൊട്ട് താഴെയുള്ള സബ്ഹെഡിങ് എന്താ അറിയോ? ടൈറ്റിൽ വിഗ്രഹാരാധനക്കുള്ള ശിക്ഷ. വിഗ്രഹാരാധനക്കുള്ള ശിക്ഷ. അങ്ങനെ വിഗ്രഹാരാധന ശിക്ഷയാണെന്ന് ബൈബിൾ പറയും. പക്ഷേ ക്രിസ്തീയ ലോകം എന്താ? യേശുക്രിസ്തുവിന്റെയും കന്യാമറിയമിന്റെയും അൽഫോൻസാമയുടെ ഒരുപാട് ആളുകളുടെ, മദർ തെരേസയുടെ ഒക്കെ രൂപം ഉണ്ടാക്കണം. ഇത് ബൈബിളിനെതിരാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ദുരന്തം കൂടി നിങ്ങൾ അറിയണം. മനുഷ്യരെ നിങ്ങൾ അറിയണം. എന്താണത്? തമ്മിൽ തല്ലാൻ അതൊരു കാരണം അല്ലേ? ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തകർത്തപ്പോ കേരളത്തിൽ പലയിടത്തും പ്രശ്നങ്ങളുണ്ടായി അല്ലെ? ഒറീസയിൽ യേശുക്രിസ്തുവിന്റെ പ്രതിമ തകർത്തപ്പോൾ പ്രശ്നമുണ്ടായി. എന്തിന്? നമ്മുടെ ഭരണഘടന എഴുതിയ B.R. അംബേദ്കർ. B.R. അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടപ്പോൾ 4 ആളാണ് കൊല്ലപ്പെട്ടത്. 4 ആള്. നിങ്ങൾ മനസ്സിലാക്കണം. മറിച്ച് വേദം അത് പഠിപ്പിച്ചു. വേദം എന്താ പഠിപ്പിച്ചത്? നിങ്ങൾ നോക്കൂ, യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം. അതിൽ പറയുന്നത് എന്തറിയോ? നസ്യ പ്രതിമ ആസ്തി, നസ്യ പ്രതിമ ആസ്തി. ദൈവത്തിന് പ്രതിമയേ ഇല്ല, ദൈവത്തിന് പ്രതിമയേ ഇല്ല. നിങ്ങൾക്കറിയാലോ, ഏറ്റവും പ്രഗത്ഭനായ ചാനലിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സ്വാമിജി, ഒരു ഷട്ടൊന്നിടാതെ നല്ല കാണാനൊക്കെ നല്ല സുന്ദരനായ ഒരു സ്വാമി, അദ്ദേഹം മാതൃഭൂമിയിൽ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ അദ്ദേഹം കേനോപനിഷത്തിലെ ഒരു ശ്ലോകം ഇങ്ങനെ എടുത്തുദ്ധരിച്ചു. യക്ഷുഷാന പശ്യതി ഏന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതി തം ഉപാസതേ യശ്രോത്രേണ ശൃണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതി തം ഉപാസതേ. അതിന്റെ താഴെ അദ്ദേഹം എഴുതുകയാണ്, വിഗ്രഹാരാധനയുടെയും ക്ഷേത്രാരാധനയുടെയും നിരർത്ഥകതയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് ഈ സൂക്തം. അവിടെ പറയുന്നറിയോ? കണ്ണുകൊണ്ട് കണ്ട് ആരാധിക്കുന്ന ഒന്നും ദൈവമല്ല. നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് ആരാധിക്കുന്ന ഒന്നും ദൈവമല്ല. സാക്ഷാൽ ദൈവം നിങ്ങളുടെ കണ്ണിന് ദർശനം നൽകുകയും നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയില്ല. നോക്കൂ, ബൈബിൾ പറയാൻ ആ ദൈവത്തെ ഒരു നാളും ഒരാളും കണ്ടിട്ടില്ല. ലാ തുദ്രികുൽ അബ്സാർ വഹു യുദ്രികുൽ അബ്സാർ. ആ ദൈവത്തെ ഒരാളും കണ്ടിട്ടില്ല. ആ ദൈവമാണ് നിങ്ങൾക്ക് കണ്ണിന് ദർശനം നൽകി. നാം കാണാത്ത, നാം കണ്ടിട്ടില്ലാത്ത, നമ്മെ കാണുന്ന, നമ്മെ അറിയുന്ന മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ. വിശുദ്ധ ഖുർആൻ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന 2 സൂക്തം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. വിശുദ്ധ ഖുർആൻ പറയാണ്, നോക്കൂ നിങ്ങൾ, ആകാശത്തെ നോക്കാൻ വേണ്ടി ഖുർആൻ മനുഷ്യരോട് ആവശ്യപ്പെടും. എന്നിട്ട് പറഞ്ഞു, ആകാശമേലാത്ത. ഈ സ്റ്റേജിന് 4 ഭാഗത്തും കാലുകളുണ്ട്, ചുമരുകളുണ്ട്. അതിലാണ് ഇതിന്റെ മേൽക്കൂരയുള്ളത്. ആകാശം. വിശുദ്ധ ഖുർആൻ പറയാണ്, ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ. മനുഷ്യരെ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാനാവാത്ത തൂണുകളാൽ ആകാശത്തെ നാട്ടി നിർത്തിയവൻ ആരാ? അതൊരു വല്ലാത്ത ചോദ്യമാണ്. അവിടെയാണ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കുക. ആകാശത്തെ തൂണുകളില്ലാതെ നാട്ടി നിർത്തിയ ആ ശക്തിയില്ലേ, അതാരാ? അത് ശ്രീരാമനാണോ? ശ്രീകൃഷ്ണനാണോ? യേശുക്രിസ്തുവാണോ? മുഹമ്മദ് നബിയാണോ? ശ്രീനാരായണ ഗുരുവാണോ? അമ്മയാണോ? അല്ല. പിന്നെ ആരാ? ഒരു കാര്യം എല്ലാവരും സമ്മതിച്ചേ പറ്റൂ. അതെന്താണ്? മനുഷ്യവാസമില്ലാത്തൊരു കാലം ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ? ഇല്ലേ? മനുഷ്യവാസമില്ലാത്ത ഒരു കാലം ഉറപ്പല്ലേ? ഹിന്ദുമതവും ക്രിസ്തുമതവും ജൈനമതവും ഒന്നും ഇല്ലാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ? ഉണ്ടല്ലോ. എങ്കിൽ നിങ്ങൾ ആലോചിച്ചേ, മനുഷ്യവാസം ഈ ഭൂമുഖത്തില്ലാത്ത കാലത്ത് ആകാശല്ലേ? ഇല്ലേ? ഭൂമിയില്ലേ? ഉണ്ടല്ലോ. ചന്ദ്രനില്ലേ? ഉണ്ടല്ലോ. എങ്കിൽ എന്റെ ചോദ്യം, അന്ന് ആരാ മഴ പെയ്യിപ്പിച്ചത്? അന്ന് ആരാ സൂര്യനെ ഉദിപ്പിച്ചത്? അന്ന് ആരാ ചന്ദ്രന് നിലാവലകൾ നൽകിയത്? അന്ന് ആരാ ആകാശഭൂമികളെ നിലനിർത്തിയത്? അവനാണ് സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ. സമ്മതിച്ചോ? എങ്കിൽ നമ്മൾ തമ്മിൽ പ്രശ്നമില്ല. മനുഷ്യർ തമ്മിൽ പ്രശ്നമില്ല. ഈ ഏകദൈവത്തെ തിരിച്ചറിഞ്ഞാൽ ഋഗ്വേദം 10 മണ്ഡലങ്ങളാണ്. 10 മണ്ഡലമുള്ള ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സുത്തം 1-ാമത്തെ ഋക്കിൽ അവിടെ പറയാണ്, എന്ത്? ഹിരണ്യ ഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാതപതിരേക ആസീത് സദാധാര പൃഥിവ്യൂന്ദ്യാം ദേവായ കശ്മൈ ദേവായ അഭിശാപിതേ മാം. ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും സൃഷ്ടിച്ച സാക്ഷാൽ ഏകനായ ദൈവം, ആകാശഭൂമികളെയും സർവ്വചരാചരങ്ങളെയും എല്ലാം സൃഷ്ടിച്ച സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ. അങ്ങനെ വന്നാൽ പിന്നെ നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? ഒന്നുമില്ല. ആ ദൈവത്തെ പരിചയപ്പെടുത്താൻ ഖുർആൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാലോ. മുഹമ്മദ് നബിയുടെ പ്രതിമയില്ല.
അതുകൊണ്ട് തന്നെ അത് തകർക്കപ്പെടുന്ന പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ ഒരു ഹിന്ദുവും മുസ്ലിമും നമ്മൾ തെറ്റേണ്ട വിഷയവുമില്ല. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത അതാ. ഇസ്ലാം പറയുന്നത് ഈ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ ഇതിനെയെല്ലാം സൃഷ്ടിച്ച സാക്ഷാൽ പടച്ചോൻ. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറുൻ മിനൻ നാസ്